വിസിലടിച്ചിട്ട് ഈ സെക്യൂരിറ്റി ഇങ്ങനെ നടക്കും. സെക്യൂരിറ്റി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പൊ എനിക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഈ തച്ചൻ കോഴി, കൂമൻ തച്ചൻ കോഴി, ഇതൊക്കെ ഒരാളാണോന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ പുള്ളി ഈ കക്ഷി ഒച്ചയെടുക്കുമ്പോൾ എനിക്ക് വീട്ടിൽ ഇങ്ങനെ അമ്മച്ചമ്മ പറയായിരുന്നു, ഇത് കാലൻ കൂവണതാ. അതായത് ഈ കിളി കൂവണതിന്റെ ടോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുഴിക്കവാ കുഴിക്കവാ കുഴിക്കവാ, ആ ഒരു ടോണ്, അതായത് നമ്മളെ മരണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ഈ സെക്യൂരിറ്റി ത്രൂ ഔട്ട് ഇത് അടിച്ചിട്ട് പോകുമ്പോൾ മൊത്തം കുഴിക്കവാ 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 എന്ന് കേട്ടിട്ടാണ് ഞാനിത് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ കണ്ണ് തുറക്കില്ല. ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ പേടിച്ചു പോകും. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഈ സൗണ്ട് കേട്ട് നമ്മൾ ചാടി എണീക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ പേടിയുണ്ടെന്ന് എനിക്ക് പറയാനും ആരോടും ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഈ സെക്യൂരിറ്റി ത്രൂ ഔട്ട് ഈ വിസിലടിച്ച് നടക്കണോണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് തുറക്കില്ല. കണ്ണ് അടച്ചു പിടിച്ചിട്ടാണ് ഈ കൊന്തയെത്തിക്കണേ. അങ്ങനെ കൊന്തയെത്തിച്ചുകൊണ്ടിരിക്കും, പ്രാർത്ഥിക്കും, അങ്ങനെ. അപ്പൊ ഞാൻ തന്നെയാണല്ലോ എല്ലാം. ആ സമയത്ത് ഞാനാണ് സൂപ്പർവൈസിങ് ഞങ്ങളുടെ. അതായത് ഓരോരുത്തർക്ക് റൊട്ടീൻസ് ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഡോമട്രിയുടെ റൊട്ടീൻസ്, ചാപ്പലിന്റെ റൊട്ടീൻസ് ഉണ്ടാവും, പിന്നെ ഗാർഡനിങ്ങിന്റെ കാര്യങ്ങൾ അതിന്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളുണ്ടാവും. അപ്പൊ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഡോമട്രി. അപ്പൊ ക്ലീൻ ആണോ എന്ന് നോക്കുക, ക്ലീൻ ചെയ്യുക, വാഷ്റൂം ക്ലീൻ ആണോ എന്ന് നോക്കുക, ഡോറ് വൈകിട്ട് ക്ലോസ് ചെയ്തിട്ടാണോ കിടക്കണേന്ന് നോക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഡോറ് ലോക്ക് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്ത് ഇവരെല്ലാം ഉറങ്ങിയതിന് ശേഷം ഒരു കള്ളീനെ പോലെ വന്നിട്ട് ഈ 2 മണലിന്റെ പില്ല് എടുത്ത് വെച്ച് അതിൽ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ഇരിക്കുന്ന സമയത്ത് അപ്പൊ കണ്ണ് ഇറുക്കി അടച്ചു പിടിച്ചാണ്, തുറക്കില്ല. ഏതൊരു ഡിസ്ട്രാക്ഷൻ വന്നപ്പോ ഞാൻ കണ്ണ് തുറന്നപ്പോ എൻ്റെ മുന്നിൽ ഒരു രൂപം ഇങ്ങനെ ഞാൻ കാണാട്ടോ. അതായത് സിസ്റ്റേഴ്സിന്റെ വെയിലില്ലേ തലയിൽ അവരിടുന്ന അങ്ങനെ വെയിലെന്ന് പറയാം. അപ്പൊ ഈ വെയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഗൗൺ പോലെ, സിസ്റ്റേഴ്സിന്റെ ഡ്രസ്സ് സിസ്റ്റേഴ്സിന്റെ അല്ല, ഒരു ഗൗൺ, ഫുൾ ഗൗൺ, അതിൽ ഈ വെയിൽ ഇങ്ങനെ കിടക്കുക. ഞാൻ ഒരു നോട്ടം നോക്കി പേടിച്ചു പോവാന്ന് പറയില്ല. അതായത് പേടിച്ചിട്ട് എൻ്റെ ശ്വാസം അവിടെ നിന്നു. പിന്നെ എനിക്ക് ശ്വാസം ഇല്ല. എനിക്ക് തോന്നി ഞാൻ കുഴഞ്ഞു വീഴായിരുന്നോ, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും എടുത്തില്ല. ഞാൻ പിന്നെ ആ ഒരു നോട്ടം നോക്കി ഞാൻ കണ്ടു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ സ്പീഡിൽ എൻ്റെ അടുത്ത് അങ്ങനെ പോവുക. അപ്പൊ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മേത്ത് ഒരാൾ അടുത്തേക്കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കാറ്റ് പോലെ വരൂലേ. അപ്പൊ ഇതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം വിട്ടുപോയി. പക്ഷെ അപ്പോഴേക്ക് ഞാൻ ഒരു കണക്കിന് തപ്പി പിടിച്ച് ബെഡിലേക്ക് കയറി പുതച്ചു മൂടി വേർത്ത് കുളിച്ചു. എനിക്ക് തോന്നുന്നു ഹാർട്ട് ബീറ്റ് പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ കൊന്തയും പിടിച്ചു. പിന്നെ പ്രാർത്ഥനയൊന്നുമില്ല. അതിനിടെ കൂടെ ഈ സെക്യൂരിറ്റി ഇങ്ങനെ കുഴിക്കവാ എന്ന് അങ്ങനെ പറഞ്ഞിരിക്കുക. ഇതോടുകൂടി ഞാൻ ചോദിച്ചു നേരം വെളുപ്പിക്കുവോ, എന്തായിരിക്കും അവസ്ഥ? ഈ ഡിസിപ്ലിൻ അനുസരിച്ച് അപ്പുറത്ത് ബെഡിൽ കിടക്കുന്ന ഒരാളെ എനിക്ക് വിളിച്ചിട്ട് ഇതാന്ന് പറയാനും പേടി. നമുക്ക് നെഗറ്റീവ് മാർക്സ് വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമ്മളെ ഈ പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ നല്ല പോലെ ഒരു വാച്ച് ചെയ്യും. നമ്മുടെ ക്യാരക്ടർ